4 ദിവസം പാടെ കഴിഞ്ഞാൽ, അതായത് കൃത്യം പറയുകയാണെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച അറഫ നോമ്പാണ്. അറഫ നോമ്പിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കുകയാണെങ്കിൽ ഓൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറഫ നോമ്പ് മിസ് ചെയ്യൂല. പലർക്കും അതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് പലരും അത് ലാഘവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പലരും അറഫ നോമ്പ് എടുക്കാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നാം എല്ലാവരും മനുഷ്യരാണല്ലോ. മനുഷ്യ സാഹചര്യങ്ങളാൽ അല്ല മനുഷ്യൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും ഒരുപാട് തെറ്റുകളും ഒരുപാട് തിന്മകളും ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഒരു അറഫ നോമ്പ്, ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അയാളുടെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ടു തരികയാണ്. അതുപോലെ മറ്റൊരു നേട്ടം എന്നുള്ളത് ആയുസ് പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചു തരും. ഒരുപാട് കാലം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം അല്ലാഹു അവന് ഒരുക്കി കൊടുക്കും. മറ്റൊരു സൗഭാഗ്യം എന്നുള്ളത് നരക രക്ഷ കിട്ടിയിട്ട് എന്തിലുപരി ആ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അടിമകളെ നരകമോചനം ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു നേട്ടം എന്നുള്ളത് മരുഭൂമിയിലെ മണൽത്തരിയോളം നിങ്ങൾ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പടച്ച റബ്ബ് കംപ്ലീറ്റ് ക്ലീനായിട്ട് പൊരുത്തപ്പെട്ടു തരും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, മേഴ്സി, കാരുണ്യം, മഴ പെയ്യുമ്പോഴുള്ള മഴത്തുള്ളികൾ പോലെ ആ